Hi all, have you ever thought ഈ ചില ആൾക്കാർ വന്നിട്ട് പറയത്തില്ലേ, ഓരോ കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞു വെക്കും, എന്നിട്ട് നാളെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അവർ ഓരോ ആൾക്കാർ ഇങ്ങനെ കുത്തിപ്പോയിക്കൊണ്ടിരിക്കില്ലേ, ഇത് പണ്ട് അവർ ചെയ്ത കാര്യങ്ങളാണ്, ഇത് പണ്ട് ഇവർ ചെയ്ത കാര്യങ്ങളാണെന്നൊക്കെ പറയത്തില്ലേ. സോ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഹായ് ഓൾ, വെൽക്കം ടു വേർഡ്സ് ഓഫ് ഇൻസ്പിറേഷൻ. സ്റ്റെഫി ജിലേഷാണ്. സോ ബേസിക്കലി നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും കുറേ വർഷങ്ങൾക്ക് മുമ്പ് പാസ്റ്റർ അനീഷ് കാവലം പ്രസംഗിച്ചൊരു പ്രസംഗത്തെയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. അതായത് നമ്മൾ നേർച്ചൊരു ജീവിക്കുന്നുണ്ടോ അതുമില്ല, എന്നാൽ പാപം ചെയ്യുന്നുണ്ടോ അതുമില്ല. അത് പുള്ളിയുടെ ഒരു പ്രസംഗത്തിൻ്റെ ഒരു ചെറിയ കോട്ടാണത്. ഓക്കെ, അങ്ങനത്തെ എത്രയോ പ്രസംഗങ്ങൾ പണ്ട് പ്രസംഗിച്ചതും ഇപ്പം പ്രസംഗിക്കുന്നതായ പ്രസംഗങ്ങളെല്ലാം റെക്കോർഡാണ് ആൾക്കാരുടെ, അല്ലേ? സോ നമ്മൾ പറയുന്ന കാര്യങ്ങൾ റെക്കോർഡാണ്. സോ ബേസിക്കലി നാളെ ഒരാൾ നമ്മളെ നോക്കി പറയരുത്, എന്ത് പറയരുത്, ഇവളല്ലേ കഴിഞ്ഞ വട്ടം വന്നിട്ട് അങ്ങനെ പറഞ്ഞത്, എന്നിട്ട് ഇവൾ തന്നെ ഇപ്പം ഇങ്ങനെ മാറ്റി പറയുന്നത് എന്താ എന്ന് പറയാനിടയാക്കരുത്, അല്ലേ? അതിനൊരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ബേസിക്കലി എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ, ഈ പേടി എന്തുകൊണ്ടാണ് വരുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, എല്ലാവരും ഇംപെർഫെക്റ്റ് ആണ്, ഇൻക്ലൂഡിങ് നീ. എല്ലാവരും ഇംപെർഫെക്റ്റ് ആണ്. അപ്പം നമ്മുടെ ഇംപെർഫെക്ഷനിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആസ് എ ഹ്യൂമൻ ബീങ് അത് റെക്കോർഡഡ് ആയിട്ടിരിക്കാം. നാളെ അത് തന്നെ ആൾക്കാർ എടുത്തിട്ട്, ഓ ഇന്നത് കണ്ടോ, ഇത് ഇവർ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. അത് നമ്മുടെ വിശ്വാസത്തിന്, അല്ലെങ്കിൽ മോർ ഓവർ കുറേ ആൾക്കാർ വായിക്കുന്ന ബൈബിൾ നമ്മളും കുറേ ആൾക്കാർ കാണുന്ന ക്രിസ്തു നമ്മളായിരിക്കും, അല്ലേ? കാരണം നമ്മളിൽ കൂടെ ആയിരിക്കും അവർ ക്രിസ്തുവിനെ കാണുന്നത്. ഓ ഇവർ ഇങ്ങനെയാണല്ലേ, ഓ കണ്ടോ അവർക്ക് എന്തൊക്കെ വന്നാലും അവർ അവരുടെ ഫെയ്ത്തിനെ മുറുകെ പിടിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അവരങ്ങനെ പറയുന്നില്ലല്ലോ എന്ന് അവർക്കൊരു ഫീല് വരുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ജീവിതം ജീവിക്കേണ്ടത്. അതല്ലാതെ ഐ ഹേർഡ് ആൻ ഇന്റർവ്യൂ വിത്ത് ഒരു ഫേമസ് ആൾക്കാരാണ് അവർ പറയുന്നത്, ഐ റിയലി റീഡ് ബൈബിൾ ഡെയിലി, ഞാനൊരു ക്രിസ്ത്യൻ ആണെന്ന് പറയുമ്പോൾ ആൾക്കാർ വിശ്വസിക്കുന്നില്ല എന്നാണ് പറയുന്നത്. സോ ബേസിക്കലി ഇഫ് യു ആർ എ ക്രിസ്ത്യൻ, അല്ലെങ്കിൽ നിങ്ങളൊരു ദൈവവേദലാണെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ വിശ്വസിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ദൈവവേദലല്ല. ബിക്കോസ് ദൈവവേദലാണോ, നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ, അല്ലെങ്കിൽ ഒരു ക്രിസ്തുവിനെ അറിയുന്നവനാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കണം. അത് കാണിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ക്രിസ്ത്യാനിയല്ല, അല്ലെങ്കിൽ ഒരു ദൈവവേദലല്ല. ദാറ്റ് സിമ്പിൾ. അതിനകത്ത് വേറെ ലോജിക്കിന്റെ ആവശ്യമൊന്നുമില്ല. സോ ബേസിക്കലി ഓൾവേസ് റിമെമ്പർ, പലരുടെയും ആത്മാവ് നമ്മുടെ കയ്യിലാണ്. നമ്മളിൽ കൂടെയാണ് അവർ ബൈബിൾ വായിക്കുന്നത്, നമ്മളിൽ കൂടെയാണ് അവർ ക്രിസ്തുവിനെ കാണുന്നത്. സോ ഇഫ് യു ഹാവ് ദിസ് തോട്ട്, ഈ ഒരു തോട്ട് നമ്മുടെ മൈൻഡിലുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന എപ്പോഴും എന്തായിരിക്കും, ദൈവമേ അങ്ങനെ ജീവിക്കാനൊരു കൃപ തരണേന്ന്. അത് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും, നമ്മളാരും പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല. So let's try, let's pray for that grace. Bye all, take care, God bless.